ശ്രീനാരായണ പരമഗുരവേ നമഃ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൻ്റെ 108 മന്ത്രങ്ങളിൽ നമ്മൾ 76 മന്ത്രങ്ങളാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അടുത്ത മന്ത്രത്തിലേക്ക് വരുമ്പോൾ 77ാമത്തെ മന്ത്രത്തിലേക്ക് വരുമ്പോൾ ഓം ദർശനമാത്ര ഭഗവദ്ധ്യാന വാസന പ്രദായ നമഃ. അപ്പോൾ ദർശനമാത്രയിൽ തന്നെ എന്താണ് ഭഗവദ്ധ്യാന വാസന പ്രദായനം, ഭഗവാനെക്കുറിച്ചുള്ള ആ ധ്യാനത്തിൻ്റെ തലത്തിലേക്കുള്ള വാസനയെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്ന ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അതായത് ഭഗവാനെ, ശ്രീനാരായണ ഗുരുദേവനെ ഭക്തന്മാർ കാണുമ്പോൾ ആ ഭക്തന്മാരിലുണ്ടാകുന്ന വികാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗുരുവിനെ കാണുമ്പോൾ ദർശനമാത്രയിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ്? ഈശ്വര ധ്യാനത്തെക്കുറിച്ച്, അതായത് ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് വ്യക്തികളെ ഉണർത്തുവാനുള്ള അപാരമായിട്ടുള്ള സ്വാധീനം ഉള്ള ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ്. ഗുരുവിൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഗുരുവിനെ കണ്ടിട്ടുള്ള മഹാന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കുറേയും കൂടി വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. രവീന്ദ്രനാഥ ടാഗോറൊക്കെ ശിവഗിരിയിൽ വരുമ്പോൾ അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് ഇവിടെ എഴുതി വച്ചിട്ട് പോയ ആ വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹം ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും ഒരുപാട് മഹർഷിമാരെ, സിദ്ധന്മാരെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗുരുവിനെ കണ്ടപ്പോൾ ഗുരുവിൻ്റെ അനന്തതയിലേക്ക് നീണ്ടിരിക്കുന്ന യോഗനയനങ്ങൾ, അപ്പോൾ ഗുരുവിനെ ഇത്രമാത്രം പൂർണ്ണനായിട്ട് അവതരിപ്പിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ആളുകൾ വളരെ കുറവായിരുന്നു. അതുപോലെ ഞാൻ മനുഷ്യരൂപത്തിലാണ് ഗുരുവിനെ കണ്ടത് എന്ന് പറഞ്ഞ മഹാത്മാക്കൾ, അതുപോലെ ഓരോരുത്തരും, ഗാന്ധിജി ആണെങ്കിലും ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് ഗാന്ധിജിയുടെ ആ ജാതിപരമായിട്ടുള്ള ചിന്തകൾ മാറിയത്. കാരണം ഗുരുവുമായിട്ടുള്ള സംവാദത്തിൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിപ്പോയിരുന്നു. അങ്ങനെ ദർശനമാത്രയിൽ തന്നെ ഗുരുവിനെ കാണുമ്പോൾ തന്നെ ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാരണം അത്രമാത്രം ആ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹാത്മാവ്, ഋഷിവര്യൻ, എങ്ങനെയാണ് ആ ചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്? നമ്മളുടെ ഒരു ട്യൂണിങ്, നമ്മുടെ മനസ്സും, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമുക്കിപ്പോൾ ഒരു റേഡിയോ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ പിടിച്ചെടുത്ത് നമ്മൾക്ക് കേൾക്കാവുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളിലും ഈ ആധ്യാത്മികമായിട്ടുള്ള ആ ശക്തിയെ തിരിച്ചറിയുവാനുള്ള ഒരു ട്യൂണിങ് നടക്കണം. ഗുരുവിനോട് പോലും ട്രെയിനിൽ കയറിയപ്പോൾ ജാതിയിൽ ആരാണ് എന്ന് ചോദിച്ച ജാതി ഭ്രാന്തന്മാരുണ്ടായിരുന്നു.
അവരും ഗുരുവിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് തോന്നിയില്ലല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള തമോ ഗുണികളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ സാധാരണ ഭക്തന്മാരാണെങ്കിലും ഗുരുവിനെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അവർ പോലും അറിയാതെ അവരുടെ കണ്ണ് നിറയുന്ന ചില സംഭവങ്ങൾ. എന്നാൽ പാണ്ഡിത്യമുള്ള ചില ആളുകൾക്ക് അത് മനസ്സിലാകില്ലായിരുന്നു. അവർ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ആളുകൾക്ക് എന്താണ് ഭ്രാന്താണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു നിർവൃതിയുണ്ട്. അവരുടെ ഭാരമെല്ലാം ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാരമില്ലായ്മ. അത് ഒരുപക്ഷെ നിങ്ങളും ചില മഹാത്മാക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ശിവഗിരിയിൽ തന്നെ വൈദിക മഠത്തിൽ വന്ന് നിശ്ചലരായിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു അനുഭൂതി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് മറ്റുള്ളവരുമായിട്ട് വന്ന് വർത്തമാനം പറയുന്ന ഇതിലല്ല. നിങ്ങൾ ശാന്തരായി വന്ന് ഭഗവാന്റെ ആ ചൈതന്യവുമായിട്ട് നമ്മളൊന്ന് ഒരു ചെറിയൊരു ട്യൂണിങ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശാന്തരായിട്ട് വൈദിക മഠത്തിൻ്റെ തിണ്ണയിൽ വന്നിരുന്നാൽ മതി. മറ്റ് ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് ആ ആധ്യാത്മികമായിട്ടുള്ള ഗുരുവിൻ്റെ ആ ഒരു കാന്തിക വലയത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അതല്ലെങ്കിൽ മഹാസമാധിയിൽ വെളുപ്പാങ്കാലത്ത് ഒക്കെ വന്ന് ധ്യാനിക്കാനിരുന്ന് നോക്കണം. അഥവാ നിങ്ങൾ അരുവിപ്പുറത്ത് പോകുമ്പോൾ ഗുരു വിശ്രമിച്ചിരുന്ന ആ മുറിയുടെ വരാന്തയിൽ, അല്ലെങ്കിൽ ഗുരു തപസ് ചെയ്തിരുന്ന കൊടിതൂക്കി മലയിലോ അല്ലെങ്കിൽ താഴത്തെ നദീതീരത്തുള്ള ഗുഹയിലോ അവിടെയൊക്കെ നിങ്ങളൊന്ന് പോയിരുന്ന് നോക്കണം. ഗുരുവിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പോലും അറിയാതെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അതിന് വേണ്ടുന്നത് നമ്മുടെ അഹങ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ഞാനെന്ന ഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇരുന്നാൽ മാത്രം മതി. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു അനുഭൂതി നമുക്കുണ്ടാകുന്നത്. അതെല്ലാവർക്കും ഉണ്ടാകത്തില്ല. കാരണം പലരും പല സംസ്കാരത്തിൽ വളരുന്നവരാണ്. അവർക്ക് അത് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇന്ന് ഒരമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തേണ്ടത്? അപ്പോൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒരമ്മയാണ്. നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, കണ്ടെത്തുന്നത് ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ ഒരുപക്ഷെ നമ്മൾ ആ സംസാരിച്ച കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. പലർക്കും അങ്ങനെയാണ്. 99% ആളുകൾ ഒരാൾ പറഞ്ഞ് അറിഞ്ഞിട്ട് തമ്മിൽ പറയുമ്പോഴാണ് ഇന്ന ആൾ കൊള്ളാം, അത് ആളുടെ രീതിയിൽ കൊള്ളാം, ശരിയാണ്. പക്ഷേ നമ്മുടെ രീതിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് അദ്ദേഹം ഗുരുവാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഞാനതിന് ലളിതമായിട്ടൊരു ഉത്തരം പറഞ്ഞു കൊടുത്തു. കാരണം അത് ഫോണിൽ വിളിച്ചപ്പോഴാണ് സംസാരിച്ചത്. അപ്പോൾ ലളിതമായിട്ടുള്ളൊരു ഉത്തരം ഇങ്ങനെയാണ്: നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം നമുക്ക് സംശയരഹിതമായി മനസ്സിലാക്കാൻ പറ്റുകയും നമ്മൾക്കതിൽ സംതൃപ്തി ഉണ്ടാകുകയും ചെയ്യണം. ഏതെങ്കിലും ഉത്തരങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ഉത്തരമല്ല, മറിച്ച് നമ്മളുടെ പ്രശ്നത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാനസികാവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് തെളിച്ചത്തോടു കൂടി
ഉത്തരം നൽകാൻ കെൽപ്പുള്ള ആൾ നമ്മുടെ ഗുരുവായിരിക്കും. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കത് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, ആ ഒരു ട്യൂണിങ് ഉണ്ടാവും. അല്ലാത്തവരിൽ അത് സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു, രമണ മഹർഷിയെ കണ്ടിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു, രാമകൃഷ്ണദേവനെ കണ്ടിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു, വിവേകാനന്ദ സ്വാമിയെ കണ്ടിട്ടുള്ളവർ. ഇവരെല്ലാം കണ്ടിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ കാണുക എന്ന് മാത്രമല്ല, അത് നമ്മളുടെ സ്വഭാവത്തെ, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നമ്മൾ അത്രമാത്രം തമോ ഗുണിയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്യൂണിങ് കിട്ടത്തില്ല. രജോ ഗുണിയാണെങ്കിലും കിട്ടണമെന്നില്ല. പക്ഷേ സത്വഗുണത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ മാറുമ്പോഴാണ് നമുക്ക് അത് സംഭവിക്കുന്നത്, സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. അതിനെയാണ് ഗുരുലാഭം എന്ന് പറയും. ഗുരുവിനെ നമുക്ക് ലഭിക്കുകയാണ്. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് ട്യൂൺ ചെയ്ത് പോകുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അത് മറ്റൊരാൾക്ക് അത് ശരിയാകണമെന്നില്ല. കാരണം ആ ആളുടെ പ്രാരബ്ധം വേറെ ആയിരിക്കാം. അതുകൊണ്ട് അയാൾക്ക് ഈ ഒരു ഗുരു കറക്റ്റ് ആകണമെന്നില്ല. അഥവാ അയാളുടെ കർമ്മങ്ങൾ ആ രീതിയിൽ ചെയ്ത് തീർന്നു കഴിയുമ്പോൾ ശരിയായിരിക്കാം. അതുകൊണ്ട് പല പല രീതിയിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഇവിടെ ദർശനമാത്രയിൽ തന്നെ, ഗുരുവിൻ്റെ ദർശനമാത്രയിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ്? നമുക്ക് ധ്യാനത്തിൻ്റെ ആ ഒരു സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടു പോകാൻ, അങ്ങനെയുള്ള ഒരു പരിവർത്തനം ചെയ്യുവാനായിട്ട് ഉള്ള സ്വാധീനം ഗുരുവിലുണ്ടായിരുന്നു. വലിയ ഒരു ശക്തിവിശേഷം. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിലും നമ്മളത് കാണുന്നുണ്ട്. എത്രയോ ആളുകൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ, പരസ്യമായിട്ട് ഗുരു ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ എന്ത് ചെയ്തില്ല? ആ പ്രതിഷ്ഠാകർമ്മം കാണുന്നില്ല. അവിടെയുള്ളവരുടെ എല്ലാം മനസ്സിനെ മാറ്റി വേറൊരു തലത്തിലേക്ക്, വേറൊരു ലോകത്തിലേക്ക് ഗുരു കൊണ്ടുപോവുകയായിരുന്നു. അവിടെ മുകളിൽ കണ്ട ഒരു പ്രകാശത്തിലേക്ക് എല്ലാവരുടെയും മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഗുരു ശ്രദ്ധ മാറ്റിവിട്ടു. അപ്പം അത്രമാത്രം ശക്തിമത്തായ ഒരു ഗുണവിശേഷം ഗുരുവിനുണ്ടായിരുന്നു. എത്രമാത്രം ആളുകൾ നിൽക്കുമ്പോൾ അവിടെ ഗുരു വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് ആണ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ജീവചരിത്രവും അതുപോലെ ഒക്കെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ തെളിവ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ട്യൂണിങ്ങോട് കൂടിയാണ് നമ്മൾ ഗുരുവിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുകയും പൂജകൾ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കും അത് അനുഭവിക്കാൻ പറ്റും. ചിലർ വെറുതെ ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചിരിക്കും, എന്നിട്ട് ആ സങ്കല്പം ശരിയാണെന്ന്. അങ്ങനെയല്ല, സങ്കല്പങ്ങളല്ല, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് നമ്മൾ സങ്കല്പരഹിതമാക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെയോ, ഓം ദേഹമോഹ വിനിർമുക്തായ നമഃ. ദേഹമോഹം, ശരീരമാണ് താനെന്നുള്ള തെറ്റിദ്ധാരണ. മോഹമെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണയാണ്. ആശാൻ ഗുരുസ്തവത്തിൽ പറയുന്നുണ്ട്, മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പ്. ഞങ്ങൾ മോഹാകുലരാണ്. എന്താണ് സംഭവം? ഞങ്ങൾ വേറെ എന്തോ ഒന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അതായത്
സത്യമായിട്ടുള്ളതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പോകുന്ന ഒരു പോക്കാണ്. അതാണ് മോഹം. ഞങ്ങൾ മോഹാകുലരാണ്. എന്തിലാണ് അത് മോഹമായിട്ടിരിക്കുന്നത്? ഭൗതികമായിട്ടുള്ള, പ്രത്യേകിച്ച് താമസികമായിട്ടുള്ള കാര്യങ്ങളിൽ അതുമാത്രമാണ് ശരിയെന്ന് വിചാരിച്ചു പോകുന്ന ഒരവസ്ഥ. കാരണം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമില്ല. അതുപോലെ തന്നെ മാടനെയും മറുതയെയും മദ്യവും മത്സ്യവും മാംസവും ഒക്കെ നിവേദിച്ചു കൊണ്ടുള്ള ഏറ്റവും തമോ ഗുണത്തിൽപ്പെട്ട ഒരു ആരാധനാ രീതിയും നിലനിന്നിരുന്ന, റോഡിലൂടെ മനുഷ്യന് നടക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഈ വിദ്യാവിഹീനരായിരുന്നത് കൊണ്ട് അവനവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റാതെ മേലാളന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ആട്ടും തൊഴിയൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന, അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു തലത്തിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. ആശാൻ അതുകൊണ്ട് പറയാണ്, ഞങ്ങളെല്ലാം മോഹാകുലരാണ്, ഞങ്ങൾക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു ചെയ്യണം? അങ്ങയിലേക്ക് ഞങ്ങൾ, അല്ലെങ്കിൽ അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ഭഗവാന്റെ ആ ഒരു കൃപാകടാക്ഷം, അനുഗ്രഹം, അപ്പം അത് ഗുരു ധാരാളം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഈ തമോ ഗുണം വിട്ടുപോകാത്തത് കൊണ്ട് ആണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ, ആ പ്രകാശത്തെ, ആ ചൈതന്യത്തെ സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, അത് വെളിച്ചമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ കാഠിന്യമാണ്. എന്ത്? മോഹമാകുന്ന അതിൻ്റെ കാഠിന്യം വളരെ ശക്തമാണ്. അപ്പം എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഈ ദേഹമോഹം, ഞാൻ ദേഹമാണ് എന്നുള്ള ആ മോഹത്തെ മാറ്റിയെടുക്കണം. അതിൽ നിന്ന് വിനിർമുക്തായ നമഃ, അതിൽ നിന്ന് മോചിപ്പിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ ദേഹാത്മബുദ്ധിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ദൗത്യമായിരുന്നത്. അതിനുവേണ്ടിയാണ് ഗുരു ഒരുപാട് ശ്രമിച്ചത്. പക്ഷേ നമുക്ക് അറിയില്ലായിരുന്നു, ഇന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോഴും നമ്മളിൽ ഇങ്ങനെ ഒരു പരിവർത്തനം, ഈ ഒരു ദേഹാത്മബോധം, അല്ലെങ്കിൽ ഞാൻ ദേഹമാണ് എന്നുള്ള ആ ബുദ്ധിയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ മത്സ്യമാംസാദികൾ, അതുപോലെ മദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോഴും ആ വിട്ടുവീഴ്ച ഇല്ലാത്തതിൻ്റെ കാരണം, ഇന്നും എത്രയോ വീട്ടുകാരാണ് മരിച്ചുപോയവർക്ക് വേണ്ടി മത്സ്യവും മാംസവും മദ്യവും നിവേദിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ആയിരിക്കാം, അവർ കള്ളു കുടിച്ച് ഇറച്ചി മീനൊക്കെ തിന്ന് ജീവിച്ചവരായിരിക്കാം. അതുകൊണ്ട് ഈ ഓർമ്മ ദിവസമൊക്കെ വരുമ്പോൾ ഇതെല്ലാം നിവേദിക്കുന്ന ഒരു സ്വഭാവം, ഒരു ആചാരം ഇന്നും നിലനിൽക്കുകയാണ്. ഗുരു അതെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട്, ആ ഒരു രീതി മാറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ മാറ്റാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നമുക്ക് ആ ധൈര്യമില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശരീരബോധം, ഈ ശരീരത്തെ പോഷിപ്പിക്കുന്ന തലത്തിലാണ് നമ്മുടെ മനസ്സ്, ബുദ്ധി ഒക്കെ നിലനിൽക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടാകണം. ഗുരുദേവൻ അശ്രാന്ത പരിശ്രമം ചെയ്തതും അതിനു വേണ്ടിയാണ്. അപ്പം ഒരു നിമിഷം കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല. പക്ഷെ നമുക്ക് സംഭവിപ്പിക്കാം. എങ്ങനെയാണ്? അവിടെ അറിവ് കൊണ്ട് ചെല്ലുക. എത്രയോ വർഷങ്ങളായിട്ട് ഇരുട്ടടഞ്ഞു കിടന്ന ഒരു മുറിയിലേക്ക് നമ്മൾ വെളിച്ചം കൊണ്ട് ചെല്ലുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ അവിടെ ഇരുട്ട് അപ്രത്യക്ഷമാകുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ മനസ്സിലടിഞ്ഞുകൂടിയിരിക്കുന്ന വിശ്വാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ അറിവാണ് കൊണ്ടുവരുന്നത്. ആ അറിവ് കൊണ്ടുവരുമ്പോൾ
സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെ വെളിച്ചമുണ്ടാകുകയാണ്. ഈ ദേഹാത്മ ബോധം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിന് നല്ല നിരന്തരമായിട്ടുള്ള അഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് സങ്കീർണമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലരന്നേരം വിചാരിക്കാം, ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആളുകൾ വേറെ ഉണ്ടല്ലോ. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗാളിൽ ഇപ്പോൾ രാമകൃഷ്ണദേവനൊക്കെ കാളിക്ക് നിവേദിച്ചിരുന്നത് മത്സ്യവും മാംസവുമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷേ ആ ഒരു പ്രത്യേക ഉപാസനയുടെ തലത്തിൽ അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിന്നീട് സാക്ഷാത്കാരത്തിന് ശേഷം അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ നോക്കുമ്പോൾ അപ്പം നമ്മൾ ഓരോ ന്യായങ്ങൾ കണ്ടെത്തുകയാണ് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ന്യായം കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വാദിച്ച് ജയിക്കാനും കൂടിയല്ല പറയുന്നത്. മറിച്ച് ഈ നമ്മൾക്ക് ഇതിൽ നിന്ന്, ഈ മോഹത്തിൽ നിന്ന്, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ആ ബോധത്തിൽ നിന്ന് നമുക്ക് ഉയർന്ന ബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അല്ലെങ്കിൽ ആ തെളിച്ചത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അല്ലെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ ദുഃഖങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നാണ്. ഓം ദേഹമോഹ വിനിർമുക്തായ നമഃ. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അശേഷം ഈ ഒരു ദേഹാത്മബുദ്ധി, ദേഹമോഹം ഉണ്ടായിരുന്നില്ല എന്നുകൂടിയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഗുരുവിൻ്റെ അവതാര ദൗത്യം കഴിഞ്ഞപ്പോൾ തന്നെ ആ ശരീരത്തെ അതുകൊണ്ട് തന്നെയാണ് യാതൊരു അറ്റാച്ച്മെൻറ്റും കൂടാതെ ഉപേക്ഷിക്കുവാനും സാധിച്ചത്. ഒരു ഭക്തൻ ചോദിച്ചു, ഈ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശവത്തെ എന്ത് ചെയ്യണം? ഇപ്പോൾ ഗുരു പറഞ്ഞു, അതിനെ ചക്കിലിട്ട് ആട്ടി തെങ്ങിന് വളം വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തനത് ഭയങ്കര വിഷമമായിപ്പോയി. നമ്മളൊക്കെ പറയും അത് ശവത്തോട് ചെയ്യുന്ന അനാദരവാണ്. അങ്ങനെയൊന്നുമില്ല. ആ ജീവൻ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ കത്തിച്ച് കളയുന്നു, ചിലരതിൽ കുഴിച്ചിടുന്നു, അല്ലേ? പക്ഷേ അത് എന്ത് ചെയ്താലും ആ ജീവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷയമില്ല. പക്ഷെ അതിനെ ആട്ടി ഈ പറഞ്ഞ പോലെ വളം വെച്ച് കഴിഞ്ഞാലോ നല്ല ആ ചെടി നന്നായിട്ട് വളർന്നു വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗുരുദേവന് ഈ ശരീരത്തോട് യാതൊരുവിധ മമതയും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്ക് അരിയിടുക എന്നും പറഞ്ഞുകൊണ്ട് മരിച്ചു കിടക്കുന്ന ആളുടെ വായിൽ അരിയും പൂവും ഒക്കെ ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്ന കാണാം. എന്താണ് നിരർത്ഥകമായിട്ടുള്ള ഈ ആചാരം? ആരുണ്ടാക്കിയതാണ്? അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് ശക്തിയുക്തം ഗുരു സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ദേഹമോഹ വിനിർമുക്തായ നമഃ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ആ ദേഹബുദ്ധി നമുക്ക് എന്താണ് പതിയെ 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 കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെയോ പരാക്ഷേപവിഹീനായ നമഃ. ഗുരുവിനെ നമുക്ക് ഗുരുവിൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരാൾ പോലും ഗുരു സശരീരനായിരുന്നപ്പോൾ ആക്ഷേപിച്ചിട്ടില്ല ഗുരുവിനെ. പലരും ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരിക്കുമ്പോൾ ആരുടെയും ആക്ഷേപത്തെ ഏൽക്കേണ്ടി വന്നിട്ടില്ല. വിഹീനായ നമഃ, പരാക്ഷേപ വിഹീനായ നമഃ. അതിൻ്റെ അർത്ഥം എന്താണ്?
എല്ലാവരാലും ആദരിക്കപ്പെട്ട, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ്. ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് അറിയുന്നവർ ഗുരുവിനോടുള്ള ആദരവ് അവർക്ക് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ആരും ഗുരുവിനെ ചീത്ത വിളിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗുരുവിൻ്റെ ആശയങ്ങൾ ആർക്കും നിഷേധിക്കുവാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള മഹാത്മാവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ്. ഗുരു ലോകത്തിന് നൽകിയിട്ടുള്ള എത്രയോ സന്ദേശങ്ങളാണ്. അതെല്ലാം ഇവിടെ മാത്രമല്ല, ഏത് ആളുകൾക്കും എപ്പോഴും ഉപയോഗിക്കാവുന്ന, ഏത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഏത് രാജ്യക്കാരനും സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാവുന്ന ദർശനങ്ങളാണ്. അത് വെറുതെ കാണാതെ പഠിക്കാനുള്ളതല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ആശയങ്ങളെ സ്വീകരിച്ച് ഗുരുവിനെ എപ്പോഴും ഗുരുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഉള്ള ആളുകളായിരുന്നു അന്നും ഉണ്ടായിരുന്നത്, ഇന്നും ഉള്ളത്. പിന്നെ ഇന്ന് ഗുരുവിൻ്റെ ചില ആശയങ്ങളെ ദുഷ്ടലാക്കോടുകൂടി പലരും വളച്ചൊടിക്കുന്നുണ്ട്. അത് അവരുടെ അവരുടെ വിവരം അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അറിവിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള ശ്രേണിയിലെത്തിയവർക്കൊക്കെ ഗുരുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആരും ആക്ഷേപിക്കാത്ത, അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിച്ച ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ്. ഓം പരാക്ഷേപ വിഹീനായ നമഃ. തീർച്ചയായിട്ടും എല്ലാവർക്കും ആ രീതിയിൽ ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ ആ ഒരു മന്ത്ര മനനത്തിലൂടെ, മന്ത്രങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആ മനനത്തിലൂടെ, വിചാരത്തിലൂടെ നമ്മളിലും ഉണ്ടാകേണ്ട ഗുണഗണങ്ങൾ, ഇപ്പം ഇവിടെ ഗുരുവിനെ എല്ലാവരും എപ്പോഴും ആദരിച്ചു, ആരും ഗുരുവിനെ ആക്ഷേപിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മളിലും ആ ഒരു ഗുണം, അതായത് നമ്മളും എപ്പോഴും നന്മ മാത്രമേ ചെയ്യാവൂ, ആർക്കും ദ്രോഹം ചെയ്യരുത്. അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകുമ്പോഴാണ് അവർക്ക് നമ്മളോട് വിരോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം നമ്മളിലും ഉണ്ടാകാതിരിക്കുക. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക, ദയ ഉണ്ടാകുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെ നമ്മളിൽ വളർന്ന് വരേണ്ട ഗുണഗണങ്ങളാണ്. ഗുരുവിൽ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ആർക്കും ഗുരുവിനെ ആക്ഷേപിക്കുവാനായിട്ട് സാധിക്കാതെ വന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിലും ആക്ഷേപിക്കാതിരിക്കണമെങ്കിലും വെറുക്കാതിരിക്കണമെങ്കിലും സദ്ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം സമ്പന്നമായിരിക്കണം, ചിന്തകൾ അങ്ങനെ ആയിരിക്കണം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.